നമസ്കാരം. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ട്രംപ് തന്നെയെന്ന് വ്യക്തമായിരുന്നു. എങ്കിലും റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വന്നത്. കൂടാതെ റിപ്പബ്ലിക്കൻ US സെനറ്ററായ JD വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. മുൻപ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിലെ മുൻനിരക്കാരൻ കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ഇതുകൂടാതെയുള്ള മറ്റൊരു പ്രത്യേകത, JD വാൻസിന് ഇന്ത്യയുമായി ഒരു കണക്ഷനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ ചിലൂരി ഇന്ത്യൻ വംശജയാണ്. കാലിഫോർണിയയിൽ ജനിച്ച ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളാണ് ഉഷയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സാൻ ഡിയോഗയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഉഷ വളർന്നത്. റാഞ്ചോ പെനാസ്ക്യൂറ്റോസിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കാർമൽ ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. 2013 ഉഷ യേൽ ലോ സ്കൂളിൽ വെച്ചാണ് JD വാൻസിനെ കണ്ടുമുട്ടിയത്. പിന്നീട് ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 2014 കെൻഡക്കിയിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. യേലിലെ പഠനകാലത്ത് യേൽ ലോ ജേണലിൻ്റെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എഡിറ്ററായും യേൽ ജേണൽ ഓഫ് ലോ ആൻഡ് ടെക്നോളജിയുടെയും മാനേജിംഗ് എഡിറ്ററായും ഉഷ സേവനമനുഷ്ഠിച്ചു. JD വാൻസിനും ഉഷയ്ക്കും 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ഇവാൻ വിവേക് എന്ന ആൺകുട്ടികളും മിറാബെൽ എന്ന പെൺകുട്ടിയുമാണുള്ളത്. ഭർത്താവിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ ഉഷയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ പരിപാടികളിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും മാർഗ്ഗനിർദ്ദേശവും പിന്തുണയും നൽകുകയും ചെയ്തിരുന്നു. 2016 2022 വിജയകരമായ സെനറ്റ് ക്യാമ്പയിനുകളിലെ സാന്നിധ്യം കൂടിയായിരുന്നു ഉഷ. 2018 മുതൽ ഒഹോയോയിൽ റിപ്പബ്ലിക്കനായി വോട്ട് ചെയ്യാനും ഉഷ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2018 US സുപ്രീം കോടതിയിൽ ലോ ക്ലർക്കായി ജോലി ചെയ്യുന്നതിന് മുൻപ് സാൻ ഫ്രാൻസിസ്കോയിലെ മുൻഗർ ടോൾസൺ ഓൾസൺ LLP വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിൽ അഭിഭാഷക എന്ന നിലയിലും ഉഷ ശ്രദ്ധ നേടി. സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ, നോർത്ത് ഡക്കോട്ട ഗവർണർ ഡഗ് ബെർഗം എന്നിവരെ പിന്തള്ളിയാണ് 39-കാരനായ വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. ഓഹോയിലെ മിഡിൽ ടൗണിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന വാൻസ് US സൈനികനായി ഇറാഖിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഓഹോയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, യേൽ ലോ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദങ്ങൾ നേടി. സിലിക്കൺ വാലിയിൽ വെഞ്ചർ ക്യാപിറ്റൽസിലായിരുന്നു. ഹിൽബിലി എലജി എന്ന ഓർമ്മക്കുറിപ്പിലൂടെ ദേശീയ ശ്രദ്ധ നേടി. അതേസമയം വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തനിപ്പകർപ്പാണ് JD വാൻസ് എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിക്കുന്നു. USലെ പെൻസിൽവാനിയയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തിന് പിന്നിലെ ലക്ഷ്യം പുറത്തു കൊണ്ടുവരാൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. മുൻ പ്രസിഡന്റിനെ വെടിവെച്ച തോമസ് മാത്യു ക്രൂക്സിനെ അതിന് പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. അക്രമി ഒറ്റയ്ക്കാണ് എത്തിയതെന്നും കൂട്ടാളികളിൽ നിന്നും FBI അറിയിച്ചു. ആഭ്യന്തര ഭീകരപ്രവർത്തനം എന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വധശ്രമത്തെ അതിജീവിച്ച ട്രംപിന് ജനപിന്തുണ കൂടുന്നുവെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യം ട്രംപിനെ പാർട്ടിയിൽ ജനകീയനാക്കി. പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. മരണത്തെ മുഖാമുഖം കണ്ട ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിൽ അടിമുടി മാറ്റം ദൃശ്യമായിട്ടുണ്ട്. ചോരയൊഴുകുന്ന മുഖവുമായി മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ട്രംപിൻ്റെ ചിത്രം പ്രചാരണത്തിന് പുതിയ ഊർജ്ജമായി. ട്രംപിന് പാർട്ടിയിലും അമേരിക്കൻ സമൂഹത്തിൽ പൊതുവെയും പുതിയൊരു പരിവേഷം കൈവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, ഞാൻ മരിച്ചു പോകേണ്ടിയിരുന്ന ആളാണ് എന്നായിരുന്നു ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പലരും പറയുന്നു. ആ നിമിഷം എന്തുകൊണ്ടോ എനിക്ക് തല വെട്ടിക്കാൻ തോന്നി എന്ന് മാത്രമല്ല, അതിൻ്റെ സമയവും കണക്കുമെല്ലാം കൃത്യമായി ട്രംപ് ഓർത്തെടുത്തു.